മലയാള സിനിമയിൽ പ്രണയത്തെ ഏറ്റവും വ്യത്യസ്തമായ രീതിയിൽ അവതരിപ്പിച്ച ചിത്രങ്ങളിൽ ഒന്നാണ് തൂവാനത്തുമ്പികൾ. കഥയുടെ കേന്ദ്ര ബിന്ദുവാണ് ജയകൃഷ്ണൻ എന്ന യുവാവ്. പുറമേ നോക്കുമ്പോൾ അവനൊരു സാധാരണ നായകനല്ല. നാട്ടിലെല്ലാവർക്കും പ്രിയങ്കരനും സഹായസന്നദ്ധനും ഉത്തരവാദിത്വവുമുള്ള വ്യക്തിയാണ്. കുടുംബസ്വത്തുക്കളും കൃഷിയിടങ്ങളും നോക്കി നടത്തുന്ന ഒരു സമ്പന്ന കുടുംബത്തിലെ അംഗം. എന്നാൽ നഗരത്തിലെത്തുമ്പോൾ അവൻ്റെ മറ്റൊരു മുഖം പുറത്തു വരുന്നു. സുഹൃത്തുക്കളോടൊപ്പം മദ്യപിക്കുകയും ജീവിതം ആഘോഷിക്കുകയും ചെയ്യുന്ന ഒരു സ്വതന്ത്ര സ്വഭാവക്കാരൻ. ഈ രണ്ട് ലോകങ്ങൾക്കിടയിലാണ് ജയകൃഷ്ണന്റെ ജീവിതം മുന്നോട്ടു പോകുന്നത്. നാട്ടിലെ ശാന്തമായ ജീവിതവും നഗരത്തിലെ രാത്രി ജീവിതവും തമ്മിലുള്ള വൈരുദ്ധ്യം സിനിമയുടെ തുടക്കത്തിൽ തന്നെ പ്രേക്ഷകരെ ആകർഷിക്കുന്നു. ജയകൃഷ്ണൻ എവിടെയും കപടനല്ല. അവൻ യഥാർത്ഥത്തിൽ ഈ രണ്ട് സ്വഭാവങ്ങളുടെയും സംഗമമാണ്. ഇതിനിടയിലാണ് രാധ അവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. രാധ ഒരു സാധാരണക്കാരിയായ ഗ്രാമീണ പെൺകുട്ടിയാണ്. സൗന്ദര്യത്തിനേക്കാൾ അവളുടെ ലാളിത്യവും ശാന്തതയുമാണ് ശ്രദ്ധേയമാകുന്നത്. ആദ്യകാലത്ത് ചെറിയ തെറ്റിദ്ധാരണകളും അപ്രതീക്ഷിത കൂടിക്കാഴ്ചകളും വഴിയാണ് ജയകൃഷ്ണനും രാധയും പരിചയപ്പെടുന്നത്. പിന്നീട് ആ പരിചയം അടുപ്പമായി മാറുന്നു. ജയകൃഷ്ണൻ രാധയിൽ നിന്നും കാണുന്നത് ജീവിത പങ്കാളിയെയാണ്. അവളോടൊപ്പമുള്ള ജീവിതം സുരക്ഷിതവും സമാധാനപരവുമാകുമെന്ന് അവന് തോന്നുന്നുണ്ട്. എന്നാൽ കഥയുടെ യഥാർത്ഥ വഴിത്തിരിവ് സംഭവിക്കുന്നത് നഗരത്തിലെ ഒരു രാത്രിയിലാണ്. ചില പ്രത്യേക സാഹചര്യങ്ങളിലൂടെ ജയകൃഷ്ണൻ ക്ലാര എന്ന യുവതിയെ പരിചയപ്പെടുന്നു. ക്ലാര ഒരു ലൈംഗിക തൊഴിലാളിയാണ്. സാധാരണ സിനിമകളിൽ ഇത്തരത്തിലുള്ള കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന രീതിയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് ക്ലാര എന്ന കഥാപാത്രം. അവളെ വെറും ഒരു തൊഴിലിലൂടെ മാത്രം നിർവചിക്കാനാവില്ല. അവൾക്ക് സ്വന്തം സ്വപ്നങ്ങളും വേദനകളും ഏകാന്തതയും അതുപോലെ തന്നെ ആവോളം മനസ്സിൽ സ്നേഹവുമുണ്ട്. ആദ്യമായി കണ്ടുമുട്ടുമ്പോൾ ജയകൃഷ്ണനും ക്ലാരയും തമ്മിൽ പ്രത്യേക അടുപ്പമൊന്നുമില്ല. പക്ഷേ പിന്നീട് അവരുടെ സംഭാഷണങ്ങൾ ആഴത്തിലുള്ളതാകുന്നു. ക്ലാരയുടെ ജീവിതം എത്രമാത്രം സങ്കീർണമാണെന്നും അവൾ എത്രത്തോളം ഒറ്റപ്പെട്ടവളാണെന്നും ജയകൃഷ്ണൻ പതിയെ പതിയെ മനസ്സിലാക്കുന്നു. മറ്റുള്ളവർ കാണാത്ത ഒരു മനുഷ്യനെ അവൻ ക്ലാരയിൽ കാണുന്നു. മഴയാണ് അവരുടെ ബന്ധത്തിൻ്റെ ഏറ്റവും പ്രധാന പശ്ചാത്തലം. സിനിമയിലെ പല നിർണായക മുഹൂർത്തങ്ങളും മഴയോടൊപ്പം വരുന്നു. മഴ പെയ്യുന്ന രാത്രികളിൽ ജയകൃഷ്ണനും ക്ലാരയും കണ്ടുമുട്ടുന്നു. മഴയുള്ള വഴികളും മങ്ങിയ വെളിച്ചങ്ങളും നിശബ്ദത നിറഞ്ഞ നിമിഷങ്ങളും അവരുടെ ബന്ധത്തെ കൂടുതൽ ഗാഢമാക്കുന്നു. മഴ ഇവിടെ ഒരു കാലാവസ്ഥയല്ല, കഥാപാത്രങ്ങളുടെ വികാരങ്ങളുടെ പ്രതീകമാണ്. കാലം കടന്നു പോകുമ്പോൾ ജയകൃഷ്ണൻ ഒരു വലിയ മാനസിക സംഘർഷത്തിലേക്ക് എത്തുന്നു. രാധയെ അവൻ സ്നേഹിക്കുന്നു. അതേസമയം ക്ലാരയോടും അവന് ആഴത്തിലുള്ള ഒരു ആത്മബന്ധം രൂപപ്പെട്ടിരിക്കുന്നു. ഈ രണ്ട് ബന്ധങ്ങളും ഒരുപോലെയല്ല. രാധയോടുള്ള സ്നേഹം ഒരു കുടുംബജീവിതത്തിലേക്കുള്ള ആഗ്രഹമാണ്. എന്നാൽ ക്ലാരയോടുള്ള സ്നേഹം ജീവിതത്തിൻ്റെ വേദനകളും ഏകാന്തതയും പങ്കുവയ്ക്കുന്ന ഒരു ആത്മബന്ധവും. ഈ അവസ്ഥയിൽ സാധാരണ സിനിമകൾ ചെയ്യുന്നത് പോലെ കഥാപാത്രങ്ങളെ നല്ലവരായും മോശക്കാരായും വേർതിരിക്കുന്നില്ല തൂവാനത്തുമ്പികളിൽ. രാധയും ക്ലാരയും തമ്മിൽ ഒരു മത്സരവുമില്ല. ഇരുവരും വ്യത്യസ്ത ജീവിത സാഹചര്യങ്ങളിൽ നിന്നുള്ള സ്ത്രീകളാണ്. ഇരുവരും മനസ്സിൽ ആവോളം സ്നേഹം സൂക്ഷിക്കുന്നവരും. എന്നാൽ അവരുടെ സ്നേഹത്തിൻ്റെ സ്വഭാവം വ്യത്യസ്തമാണ്. ക്ലാരയ്ക്ക് ജയകൃഷ്ണനോടുള്ള സ്നേഹം വളരുകയാണ്. എന്നാൽ അവൾ തൻ്റെ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നവളാണ്. ജയകൃഷ്ണൻ്റെ ഭാവി എന്തായിരിക്കണമെന്ന് അവൾക്കറിയാം. അവനെ സ്വന്തമാക്കാനുള്ള ആഗ്രഹത്തേക്കാൾ അവൻ്റെ സന്തോഷമാണ് അവൾക്ക് പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് തന്നെയാണ് ക്ലാരയുടെ കഥാപാത്രം ഇന്നും മലയാള സിനിമാ പ്രേമികളുടെ മനസ്സിൽ ജീവിക്കുന്നത്. ഇതിനിടയിൽ ജയകൃഷ്ണൻ്റെയും രാധയുടെയും ബന്ധം കൂടുതൽ ശക്തമാകുന്നുമുണ്ട്. കുടുംബവും സമൂഹവും അംഗീകരിക്കുന്ന ഒരു ബന്ധമായി അത് വളരുന്നു. പക്ഷേ ജയകൃഷ്ണൻ്റെ മനസ്സിൽ ക്ലാരയുടെ സാന്നിധ്യം മായുന്നില്ല. അവളെ മറക്കാൻ അവനാകുന്നില്ല. കാരണം ക്ലാര അവൻ്റെ ജീവിതത്തിൽ ഒരു വ്യക്തി മാത്രമല്ല, അവൻ്റെ മനസ്സിലെ ഒരു അനുഭവമാണ്. കഥയുടെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ക്ലാരയുടെ തീരുമാനങ്ങളാണ് ഏറ്റവും ഹൃദയസ്പർശിയാകുന്നത്. അവൾ ജയകൃഷ്ണൻ്റെ ജീവിതത്തിൽ ഒരു തടസ്സമാകാൻ ആഗ്രഹിക്കുന്നില്ല. അവനെ തൻ്റെ ജീവിതത്തിൽ പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നുമില്ല. മറിച്ച് അവൻ്റെ ജീവിതം മുന്നോട്ടു പോകണമെന്ന് ആഗ്രഹിക്കുന്നു. അവളുടെ സ്നേഹം ത്യാഗത്തിൻ്റെ രൂപം കൈക്കൊള്ളുന്നു. അവസാനം ജയകൃഷ്ണൻ രാധയോടൊപ്പം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു. എന്നാൽ ക്ലാരയുമായുള്ള ബന്ധം അവസാനിക്കുന്നുമില്ല. അത് ഒരു ഓർമ്മയായി, ഒരു വികാരമായി, ഒരു പൂർത്തിയാകാത്ത പ്രണയമായി അവൻ്റെ ഉള്ളിൽ തന്നെ നിലനിൽക്കുന്നു. സിനിമയുടെ അവസാന ഭാഗം അതുകൊണ്ട് തന്നെ വളരെ വ്യത്യസ്തമാണ്. സാധാരണ പ്രണയ ചിത്രങ്ങളിലെ പോലെ വ്യക്തമായ വിജയമോ പരാജയമോ ഇവിടെയില്ല.
ജീവിതത്തിൽ ചില ആളുകൾ നമ്മുടെ കൂടെ ജീവിക്കാതെ പോയാലും അവർ നമ്മുടെ ഉള്ളിൽ എന്നും ജീവിക്കുമെന്ന സത്യം ചിത്രം പറയുകയാണ്. ജയകൃഷ്ണൻ, രാധ, ക്ലാര ഈ 3 കഥാപാത്രങ്ങളും അവരുടെ ജീവിതയാത്രയിലൂടെ പ്രണയത്തിൻ്റെ വ്യത്യസ്ത മുഖങ്ങൾ നമുക്ക് കാണിച്ചു തരുന്നു. രാധ സുരക്ഷിതത്വത്തിൻ്റെയും സ്ഥിരതയുടെയും പ്രതീകമാണ്. ക്ലാര ത്യാഗത്തിൻ്റെയും ആത്മാർത്ഥതയുടെയും പ്രതീകവും. എന്നാൽ ജയകൃഷ്ണനാകട്ടെ മനുഷ്യഹൃദയത്തിൻ്റെ സങ്കീർണതയുടെ പ്രതിനിധിയാണ്. അതുകൊണ്ട് തന്നെ തൂവാനത്തുമ്പികൾ ഒരു പ്രണയകഥ മാത്രമല്ല, അത് മനുഷ്യബന്ധങ്ങളെക്കുറിച്ചും ഓർമ്മകളെക്കുറിച്ചും നഷ്ടങ്ങളെക്കുറിച്ചും ജീവിതത്തിൽ ചിലപ്പോൾ നമ്മൾ തിരഞ്ഞെടുക്കേണ്ടി വരുന്ന വഴികളെക്കുറിച്ചുമുള്ള ഒരു മനോഹരമായ കവിതയാണ്. മഴ പെയ്യുമ്പോഴെല്ലാം മലയാളികളുടെ മനസ്സിലേക്ക് ഈ സിനിമയും അതിലെ കഥാപാത്രങ്ങളും വീണ്ടും വീണ്ടും തിരികെ വരുന്നതിൻ്റെ കാരണവും അതുതന്നെയാണ്.